നമുക്കൊത്തിരി സ്നേഹത്തോടെ ഈശോയിലേക്ക് ഒന്ന് നോക്കാം. ഈ ഒരു കൃപയുടെ സമയം നമ്മൾ അനുഗ്രഹിക്കാനായി നമ്മുടെ വേദനകൾ കാണുന്ന, നമ്മളെ പൂർണ്ണമായും അറിയുന്ന നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കാം. ഈശോയെ നമുക്ക് കരങ്ങൾ കൂപ്പി ആചാരം ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കലും ഒരു വേദോപദേശം ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ ചോദിച്ചു, ബ്രദറെ, നമ്മൾ എന്തിലാ വിശ്വസിക്കുന്നത്? നമ്മൾ ആരിലാ വിശ്വസിക്കുന്നത്? ചോദിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവളുടെ കൂട്ടുകാരി അവളോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒരു ബുക്ക് വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം തണുത്തുപോയി. ഒരു നോവൽ വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം തണുത്തുപോയി. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, സഭയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് ചില വ്യക്തികളിലോ ചില ആചാരങ്ങളിലോ ചില പ്രവൃത്തികളിലോ ആണെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈശോയിലാണെങ്കിൽ ആ വിശ്വാസം എന്നും അചഞ്ചലമായി നിലനിൽക്കുമെന്നുള്ളതാണ്. എൻ്റെ വിശ്വാസം ഇന്നെവിടെയാണ്? ചില വ്യക്തികളിലാണ്. ഏതാനും ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എൻ്റെ വിശ്വാസം? ചില പ്രവൃത്തികളിൽ മാത്രമാണോ? ചില പ്രാർത്ഥനകളിൽ മാത്രമാണോ? ചില ഭക്താഭ്യാസങ്ങളിൽ മാത്രമാണോ? എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഭയം ഇങ്ങനെയാണ്. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്ന ചില സഹനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പലരിലും ഇന്ന് ഒരു ഭയം കയറി വരുന്നുണ്ട്. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും ഒക്കെ കാണുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ചില ഭയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും ജീവിതവും ഒരു നദി കണക്കെ പോകേണ്ടതാണ്. എന്താ ഒരു നദിയുടെ പ്രത്യേകത? ഒരു നദി, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴൊക്കെയോ എന്തിനു വേണ്ടിയൊക്കെയോ അതിന് കുറുകെ ഒരു തടയണ നിർമ്മിക്കുമ്പോൾ പിന്നീട് തടയണയ്ക്കുള്ളിലെ വെള്ളവും നദിയിലെ വെള്ളവും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണാൻ തുടങ്ങും. ഒഴുകുന്ന വെള്ളവും തടയണയ്ക്കുള്ളിലെ വെള്ളവും തമ്മിൽ നമ്മൾ പിന്നീട് വേർതിരിച്ച് കാണാൻ തുടങ്ങും. എന്നാൽ ചിന്തിച്ചു നോക്കുമ്പോൾ അത് രണ്ടും ഒരേ വെള്ളം തന്നെയല്ലേ? അത് ഒരേ നദി തന്നെയല്ലേ? ഇതേ കണക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും നമ്മൾ പലപ്പോഴും വേർപ്പെടുത്തി കാണുന്നിടത്താണ് നമ്മുടെ വിശ്വാസം തണുത്തു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതവും അവരുടെ വിശ്വാസവും ഒരൊറ്റ കാര്യമായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടല്ലേ പലരും തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെട്ടത്? അതുകൊണ്ടല്ലേ പലരും വഴിവക്കിലും തെരുവോരങ്ങളിലും തീപ്പന്തങ്ങളായി സ്വയം കത്തിരിയാനായിട്ട് വിട്ടുകൊടുത്തത്? അതുകൊണ്ടല്ലേ സിംഹങ്ങളുടെ മടയിലേക്ക്, സിംഹങ്ങളുടെ കൂട്ടിലേക്ക് അവർ വിശ്വാസത്തെ പ്രതി അവർ ധൈര്യത്തോടെ ഈ സിംഹങ്ങളുടെ മുമ്പിൽ നിന്നുകൊടുത്തത്? പ്രിയപ്പെട്ടവരെ, അവർക്ക് വിശ്വാസവും ജീവിതവും ഒന്നു തന്നെയായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെപ്പോഴൊക്കെയോ നമ്മുടെ വിശ്വാസത്തെ
നമ്മുടെ ജീവിതത്തിൽ നിന്നും വേർതിരിച്ച് കാണാനായിട്ട് പഠിച്ചു തുടങ്ങി. എൻ്റെ വിശ്വാസം ഇന്നെവിടെയാണ്? അത് ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. അവൻ പറഞ്ഞു, ഞാൻ എടുത്ത കുരിശുകൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടി വരും. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കേണ്ടി വരും. നിങ്ങളെ എന്നെ അനുഗമിക്കുന്നെങ്കിൽ എൻ്റെ പാനപാത്രം കുടിക്കേണ്ടി വരും. ലൂക്കായുടെ സുവിശേഷം 23:31 അവൻ പറഞ്ഞു വെക്കുന്നത്, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? തീർച്ചയായും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒന്നല്ല സഹനങ്ങളും വേദനകളും കുരിശുകളും. ക്രിസ്തു തന്നെയല്ലേ നമുക്ക് അതിന് പൂർണ്ണമായ ഒരു ഉത്തരം നൽകിയിട്ട് പോയത്. ഇത് ചില സങ്കടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില ഫിലോസഫിയിൽ നിന്നോ ഒന്നും ഉരുത്തിരിഞ്ഞു വന്നതല്ല. പകരം ക്രിസ്തു തന്നെ നമുക്ക് മാതൃക നൽകിയിട്ട്, ക്രിസ്തു തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് പോയതല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയാനായിട്ട് ആഗ്രഹിക്കുക? ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ വിശ്വാസം ഇന്നെവിടെയാണ്? അത് ചില വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ചില സാഹചര്യങ്ങളനുസരിച്ച് ചില ബുക്കുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സിനിമകൾ കാണുമ്പോൾ എൻ്റെ വിശ്വാസം തണുത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തർത്ഥമുള്ളത്? അങ്ങനെ വിശ്വാസം തണുത്തു പോകാനുള്ളതാണോ ക്രിസ്തുവിലുള്ള എൻ്റെ ഈ വിശ്വാസം? അങ്ങനെ തണുത്തു പോകാനുള്ളതാണോ ക്രിസ്തുവിനെ പ്രതിയുള്ള എൻ്റെ ഈ ജീവിതം? എൻ്റെ ജീവിതവും എൻ്റെ വിശ്വാസവും ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ, അവൻ അനുവദിക്കുന്ന സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടതല്ലേ? ഒപ്പം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കും. ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടും ചില സ്വാർത്ഥ താല്പര്യങ്ങളോടൊക്കെ കൂടിയുള്ള ചില വാർത്തകളും അവയെ പ്രതിയുള്ള ചില കോലാഹലങ്ങളുമല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. അവയിൽ നിന്നുണ്ടാകുന്ന ഭയമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പിന്നെയോ ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹവും അവനെ പ്രതിയുള്ള ധീരമായ മുന്നോട്ടുള്ള ഒരു ജീവിതവുമാണ് നമ്മൾ നയിക്കേണ്ടത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടത്തിനനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ പോക്കനുസരിച്ച്, ഗതിയനുസരിച്ച് നയിക്കപ്പെടാതെ ക്രിസ്തുവിനെ പ്രതി ശിരസ്സുയർത്തി തന്നെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ, സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല സഹനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടാതെ അവയെ അതിജീവിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതല്ല, അവൻ്റെ ജീവിതത്തിന് ശക്തി നൽകുന്നതാണെന്നുള്ളൊരു വലിയ ബോധ്യം ലഭിക്കാനായിട്ട്, വലിയൊരു ശക്തി ലഭിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക്